മൈ നെയിം സച്ചിൻ. അപ്പം ഞാൻ എൻ്റെ ജർമ്മൻ്റെ ജേണി തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. ഈ 3 വർഷമായിട്ട് സ്കാമിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് നല്ല ഏജൻസി കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടും അവിടെ നിന്ന് തന്നെ ഇന്ന് കൊണ്ടുപോകാം നാളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവർ കുറേ സ്കാം ചെയ്തു. അങ്ങനെ ഒരു 1.5 വർഷം ഞാൻ വെയിറ്റ് ചെയ്ത് പോയി. 2 കൊല്ലമായി. അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് നിതിൻചേട്ടനെ റെക്കമെൻഡ് ചെയ്യുന്നത്. നിതിൻചേട്ടൻ്റെ അടുത്ത് ഞാൻ ഡോക്യുമെന്റ്സ് കൊടുത്തു. വിത്തിൻ 6 മന്ത്സിനുള്ളിൽ എനിക്ക് അടിപൊളിയായിട്ട് ഇന്റർവ്യൂ എടുത്തു തന്നു. എൻ്റെ കോൺടാക്ട് സാധനം എല്ലാം കിട്ടി. ഈവൻ ഞാൻ ഒരു ഇന്റർവ്യൂ ഫെയിൽ ആയാലും നെക്സ്റ്റ് ഇന്റർവ്യൂ എനിക്ക് അപ്പം തന്നെ എടുത്തു തന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിസയ്ക്കും കൊടുത്തു. വിസയ്ക്ക് വെച്ചിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി കൊണ്ട് എൻ്റെ വിസ റിജക്റ്റ് ആയി. ഇതിൽ എനിക്ക് ഒരു മനുഷ്യനോട് നന്ദി പറയില്ല. പക്ഷെ നിതിൻചേട്ടൻ്റെ കാര്യം പറയാലോ. നിതിൻചേട്ടൻ എനിക്ക് എന്നെ എന്നെ എങ്ങനെ ഗൈഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്നെ ഇമോഷണലി എല്ലാ കാര്യത്തിലും പുള്ളി ഗൈഡ് ചെയ്തു. പുള്ളി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിസ എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. സോ എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് നിതിൻചേട്ടൻ്റെ അടുത്താണ്. എൻ്റെ വിസ ആണെങ്കിൽ ഒരു പ്രാവശ്യം റിട്ടയർ പോലാണ് നിതിൻചേട്ടൻ പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നീ ഇവിടെ എത്തിയിരിക്കും, നിന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്ന പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇത്ര ഈ ഒരു 2 മാസം വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് 2 മാസം നിന്നത്. നിരഞ്ജാനില്ല, എനിക്ക് ഉറപ്പാണ് ഞാൻ ജർമ്മൻ എന്നുള്ള ഡ്രീം ഞാൻ ഡ്രോപ്പ് ചെയ്യണമെന്ന് തന്നെ എനിക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ താങ്ക് യു നിരഞ്ജേട്ടാ, നിങ്ങളുടെ അടുത്ത് ഒരുപാട് നന്ദി പറയാൻ തീരില്ല. കാര്യം അതുപോലെ നിങ്ങൾ എന്നെ ഇമോഷണലിയും എന്നെ എല്ലാ കാര്യത്തിലും ഗൈഡ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു നിരഞ്ജേട്ടാ. ഫൈനലി ഐ ഗോട്ട് ഇറ്റ്.